ശരത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമായി നമുക്കൊപ്പമുണ്ട്. തന്ത്രിയുടെ വീട്ടിൽ SITയുടെ റെയ്ഡ് നടന്നിരുന്നു. മുഴുവൻ സ്വർണവും SIT പരിശോധിക്കുന്നു. സ്ത്രീകളുടെയും കുട്ടികളുടെയും ആഭരണം ഉൾപ്പെടെയാണ് പരിശോധിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്ന വിവരം. ശരത്ത്, ഇപ്പോഴും പരിശോധന തുടരുകയാണോ? ആ പരിശോധന ഈ തന്ത്രിയുടെ വീട്ടിൽ മാത്രം ഒതുങ്ങുന്നില്ല, മറ്റു ബന്ധുക്കളിലേക്ക് കൂടി വ്യാപിക്കുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? അരുൺകുമാർ, ഇന്ന് ഉച്ചയ്ക്ക് 2:50 കൂടിയാണ് ഇത്തരത്തിൽ SIT സംഘം തന്ത്രിയുടെ ചെങ്ങന്നൂരിലെ വീട്ടിലേക്ക് എത്തിയത്. നിലവിൽ ഇപ്പോൾ 7 മണി പിന്നിട്ടിരിക്കുന്നു. അന്വേഷണ സംഘം എന്തായാലും നിർണായക നീക്കത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. പ്രധാനമായും അന്വേഷണ സംഘം ഈ വീട്ടിലെ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും സ്വർണ്ണ ഉരുപ്പടികളും പരിശോധിക്കുന്നു എന്നുള്ളതാണ്. അതായത് വീട്ടിലെ തന്ത്രിയുടെ ഭാര്യയുടെയും മക്കളുടെയും അടക്കം സ്വർണ്ണാഭരണങ്ങൾ, കുട്ടികളുടെ ഉൾപ്പെടെ സ്വർണ്ണാഭരണങ്ങളാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഒപ്പം ഈ പരിശോധനയുടെ ഭാഗമായി നേരത്തെ ഒരു സ്വർണ്ണപ്പണിക്കാരനെ, ചെങ്ങന്നൂരിലെ SBI ബാങ്കിലെ സ്വർണ്ണപ്പണിക്കാരനെ ഈ വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിലാണ് ഈ സ്വർണ്ണാഭരണങ്ങളുടെയും ഒപ്പം ഉരുപ്പടികളുടെയും മൂല്യവും അതിന്റെ കാലപ്പഴക്കവും അടക്കം നിർണ്ണയിക്കുന്നത്. പ്രധാനമായും ഈ ശബരിമലയിലെ സ്വർണവും ഈ ആഭരണങ്ങളോ അല്ലെങ്കിൽ വീട്ടിലുള്ള ഉരുപ്പടികളോ ഒക്കെ തന്നെ, സ്വർണ്ണ ഉരുപ്പടികളോ ഒക്കെ തന്നെ ബന്ധമുണ്ടോ എന്നുള്ളതാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ഈ സ്വർണ്ണപ്പഴക്കത്തിന്റെ കാലപ്പഴക്കം പരിശോധിക്കുന്നതിലൂടെ അതിൽ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് നിലവിൽ എന്തായാലും അന്വേഷണ സംഘവും കണക്കാക്കുന്നത്. ആ രീതിയിൽ ഈ വീട്ടിലെ തന്ത്രിയുടെ വീട്ടിലുള്ള മുഴുവൻ സ്വർണ്ണ ഉരുപ്പടികളും സ്വർണ്ണ ആഭരണങ്ങളും ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ്. നേരത്തെ വീട്ടിലെ ചില രേഖകൾ അന്വേഷണ സംഘം ആദ്യഘട്ടത്തിൽ പരിശോധിച്ചിരുന്നു. വീട്ടിലേക്ക് എത്തിയതിന് പിന്നാലെ വീട്ടിലെ രേഖകളും ഒപ്പം ബന്ധുക്കളിൽ നിന്ന് വിവരം തേടുകയുമാണ് ആദ്യം അന്വേഷണ സംഘം ചെയ്തത്. പിന്നാലെ ഈ സ്വർണ്ണപ്പണിക്കാരനെ കൂടി എത്തിച്ച് കൂടുതൽ പരിശോധനയിലേക്ക് കടന്നിരിക്കുന്നു. എന്തായാലും ഈ വീട്ടിൽ പ്രധാനമായും തന്ത്രിയുടെ കുടുംബാംഗങ്ങളാണുള്ളത്. പ്രത്യേകിച്ച് തന്ത്രിയുടെ ഭാര്യ, മകൾ, മരുമകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളാണുള്ളത്. ഈ കുട്ടികളുടെ ഉൾപ്പെടെ സ്വർണ്ണാഭരണം അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഈ പരിശോധനയിൽ കൂടുതൽ കാര്യങ്ങൾ, സംശയങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായും ഇതിന്റെ സാമ്പിളുകളോ അല്ലെങ്കിൽ ഇത് തന്നെ കൊണ്ടുപോയി കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ 4 മണിക്കൂർ ഈ പരിശോധന പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും പരിശോധന പൂർത്തിയായിട്ടില്ല. സ്വർണ്ണാഭരണങ്ങളുടെ പരിശോധനയാണ് ഇപ്പോഴും തുടരുന്നത്. ശരി, സ്വർണ്ണപ്പണിക്കാരനെ വീട്ടിലെത്തിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവിടെ പരിശോധന നടക്കുന്നതെന്നുള്ള വിവരമാണ് ഇപ്പോൾ ശരത്ത് നൽകിയത്.